My name is Mitratmajan from Thrissur. Okay. ഓക്കെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, മഹാബലി കേരളം ഭരിച്ചിരുന്നോ, അല്ലെങ്കിൽ മഹാബലി അഞ്ചാമത്തെ അവതാരമാണ്, ഏഴാമത്തെ അവതാരമാണ് പരശുരാമൻ. ആ പരശുരാമൻ മഴ പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മഴ എറിഞ്ഞിട്ടതിന് ശേഷം കേരളം പൊന്തി വന്നു. അല്ലെങ്കിൽ വാമനൻ അതിനു മുമ്പേ ഭൂമിയിലേക്ക് പോയി, പാതാളത്തിലേക്ക് പോയി എന്നൊക്കെ ഒരു കുറേ കമൻറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു 5 വർഷമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അതിന് കറക്റ്റായിട്ട് ഉത്തരമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഒരു 5 വർഷം മുമ്പ്, അതായത് 2010 ഞങ്ങളെപ്പോലെ ടീമുകൾ തന്നെയാണ് ഇങ്ങനെ ചോദ്യം കൊടുത്തു വിട്ടത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് അപഗ്രഥനം ചെയ്യാം. ശരിക്കും മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് തന്നെയാണ് മഹാബലി നമ്മളെ തന്നെ കാണാൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് കാര്യം പറഞ്ഞാൽ, അതിനു മുമ്പ് നമുക്ക് സ്വർഗം പാതാളം അതെന്താണെന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ സ്വർഗം പാതാളം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മീൻസ് അതിനെക്കുറിച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്വർഗം പാതാളവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിട്ടുള്ളത്. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് സ്വർഗം എന്താണെന്ന് നോക്കാം. ഈ സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെയാണ്. ഈ സ്വർഗം നരകമൊക്കെ തന്നെ ഭൂമിയിൽ തന്നെ ഉള്ളതാണ്. അതാണ് ആളുകൾക്ക് ആദ്യം തെറ്റിദ്ധാരണ. ഭൂമിക്ക് മുകളിലുള്ളതോ താഴെയുള്ളതോ ആണോ എന്നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വർഗം എന്താണ്, അല്ലെങ്കിൽ പാതാളം അല്ലെങ്കിൽ നരകം എന്താണ്, അല്ലെങ്കിൽ പാതാളം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇത് സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലുള്ള തട്ടുകളാണ്. ദേവലോകം, ബ്രഹ്മലോകം. അത് ഞാൻ വിശദീകരിച്ചിട്ട് മേളുണ്ട്. 14 ലോകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. 14 ലോകങ്ങൾ, അതായത് മൊത്തം 14 ലോകങ്ങൾ, അതായത് സ്വർഗം പാതാളം കൂടിയിട്ട്. അതിൽ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. സ്വർഗം എന്ന് പറയുന്നത് 7 സ്റ്റെപ്പ് ഉണ്ട്. മുകളിലേക്കാണ് സ്റ്റെപ്പ് പോകുന്നത്. 1 ഭൂലോകം, നമ്പർ 2 ഭൂവർലോകം, ആൻഡ് നമ്പർ 3 വന്നിട്ട് സ്വർഗലോകം, നമ്പർ 4 വന്ന് ജനലോകം, പിന്നെ 5 തപോലോകം, 6 സത്യലോകം, 7 ബ്രഹ്മലോകം. ഇതാണ് അതിൻ്റെ 7 തട്ടുകൾ. ഇപ്പോൾ സ്വർഗം അതല്ലെങ്കിൽ ഈ ദേവേന്ദ്രസ്ഥാനം, ദേവലോകം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള സ്ഥലമാണ്. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ടൗൺ അല്ലെങ്കിൽ ആ സിറ്റിയാണ്. അതുപോലെ തന്നെ പാതാളം എന്ന് പറയുന്നത് അതിനും 7 ലോകങ്ങളുണ്ട്, മീൻസ് 7 ഫൗണ്ടേഷൻ ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. 1 അദലം എന്നാണ്, നമ്പർ 2 വിതലം, നമ്പർ 3 ആണ് സുതലം. അതായത് സുതലം എന്ന് പറയുന്ന ഇപ്പോൾ, അതായത് നമ്മുടെ കേരളം മഹാബലി ഭരിച്ച സുതലം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അതിന് താഴേക്ക് തലാതലമുണ്ട്, അതിന് താഴേക്ക് രാസതലമുണ്ട്, അതിന് താഴേക്ക് മഹാതലമുണ്ട്, ഏറ്റവും താഴെയാണ് പാതാളം എന്ന് പറയുന്നത്. ഇതൊക്കെ ഭൂമിയിൽ തന്നെയാണ്, ഭൂമിയുടെ സ്റ്റേജുകളാണ്. അതായത് അസുരന്മാർക്ക് വസിക്കാൻ സ്ഥലങ്ങളില്ലാണ്ടായപ്പോൾ അവർ പാതാളത്തിൽ അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോയി എന്ന് പറയുന്നത് താഴെ തട്ടില്ല. അതായത് ദേവന്മാർക്കും മറ്റുള്ളവരും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാട് പിടിച്ച പ്രദേശങ്ങളിലേക്ക് ഉള്ളിലേക്ക് പോയി എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ക്ലിയർ? ഇതിൻ്റെ പ്രത്യേകത, ഈ പാതാളത്തിൻ്റെ പ്രത്യേകത എല്ലാത്തിനും മൊത്തം 70,000 യോജന എന്നാണ്. അതായത് ഓരോന്നും 10,000 യോജന വീതം ദീർഘം, അതായത് മൊത്തം ആവർത്തിയുണ്ട്. ഇത് അണ്ടർസ്റ്റാൻഡ്, ഇത് ഭൂമിയിൽ തന്നെ ഉള്ളതാണ് പാതാളം സ്വർഗം എന്ന് മനസ്സിലായല്ലോ. രണ്ടും ഭൂമിയിൽ തന്നെ ഉള്ളതാണ്. ഒരിക്കലും വേറെ ആകാശത്തോ, സ്വർഗലോകം എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളതല്ല. ദേവന്മാരുടെ സ്ഥലത്ത് മഞ്ഞ് മൂടി കിടക്കുന്നതാണത്, അല്ലാതെ അതൊരു മേഘമല്ല. അതുപോലെ തന്നെ പാതാളം എന്ന് പറയുന്നത് തന്നെ ഭൂമിയുടെ അടിത്തട്ടാണ്. അപ്പോൾ പറഞ്ഞു മഹാബലി ഭരിച്ച സുതലം എന്ന സ്ഥലത്താണ്. പിന്നെ നമ്മൾ പുരാണ കഥയിലേക്ക് പോകാം. ഞാൻ ഒരിക്കലും പുരാണം കഥയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല, പുരാണം കഥയിലേക്ക് പോകുന്നില്ല. അതിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, മിസ്റ്റേക്കുകളും ഉണ്ട്. അപ്പോൾ അതിലേക്കല്ല പോകുന്നത്. ഇറ്റ്സ് എ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. 2 നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പരശുരാമൻ മഴ പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. നമുക്ക് പരശുരാമനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഹൂ ഈസ്, അതായത് ആരാണ് പരശുരാമൻ? പരശുരാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പരശുരാമൻ്റെ ചെറുപ്പത്തിൽ സ്വന്തം അമ്മയെ ചവിട്ടിക്കൊന്നിട്ടാണ് അദ്ദേഹം നാട് വിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വാള് മുട്ടയൊക്കെ എടുക്കും. അതൊന്നും പറയുന്നില്ല. പരശുരാമൻ്റെ അച്ഛൻ്റെ പേര് ജമദഗ്നി എന്നായിരുന്നു. മാതാവ് രേണുക, അതായത് ക്ഷത്രിയ സ്ത്രീയായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് പരശുരാമൻ അമ്മയെ ചവിട്ടിക്കൊന്ന് കൊല്ലുകയാണ് ഉണ്ടായത്. അതിൽ പശ്ചാത്താപം ഉണ്ടായി. അതായത് അപ്പോൾ ക്ഷത്രിയ വംശം എന്ത് ചെയ്തു, ഇവരുടെ
ഈ ജമദഗ്നി എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ അച്ഛനെ കൊല്ലുകയും പരശുരാമൻ നാട് വിടുകയുണ്ടായി. അങ്ങനെയാണ് പരശുരാമന് കുറേ വർഷങ്ങൾക്ക് ശേഷം ബോധോദയം ഉണ്ടായി, ചെയ്ത് തെറ്റായി പോയി. അതിനുശേഷമാണ് വനവാസം, അതുപോലെ തന്നെ പശ്ചാത്താപം ഉണ്ടായിട്ട് അദ്ദേഹം കാട്ടിൽ വെച്ച് മരിക്കുക എന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട്, അതായത് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടിൽ പോയി മരിക്കുക, അല്ലെങ്കിൽ വേറെ പുറമേക്ക് പോവുക എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്ന അദ്ദേഹമാണ് പുള്ളിക്കാരൻ. അപ്പോൾ പരശുരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പരശുരാമൻ ഗോവർദ്ധന പറഞ്ഞത് മഴു എറിഞ്ഞിട്ട് പൊന്തി വന്നതല്ല കേരളം. പുള്ളിക്കാരൻ ഭാർഗവരുടെ മഴു എന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ ആയുധത്തിന്. ആ മഴു ഉപയോഗിച്ചിട്ട് കേരളം കംപ്ലീറ്റ് വെട്ടിവടപ്പാക്കി, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്തു എന്നാണ് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ അതായത് കേരളത്തിലെ പൂർവിക ശിലായുഗം, അതായത് അറബിക്കടലിന് ബംഗാളിൻ്റെയും അല്ലെങ്കിൽ വടക്കുനിന്ന് തെക്കോട്ടുള്ള ഭാഗം, ഇന്നത്തെ നമ്മുടെ കേരളം, അത് ഭാർഗവരുടെ മഴ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു യുദ്ധ വെറിയനായിരുന്നു എന്ന് പറയാം. അതായത് ബ്രാഹ്മണന്മാർ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൃഗുല ബ്രാഹ്മണർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഭൃഗുല ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യുദ്ധം ചെയ്യലാണ് മെയിൻ പരിപാടി. അപ്പോൾ അവർക്ക് ജന്മം കൊണ്ട് അവർ ബ്രാഹ്മണനൊക്കെയാണ്, പക്ഷേ കർമ്മം കൊണ്ട് അവർ യുദ്ധം ചെയ്യുക, വെട്ടിപ്പിടിക്കലൊക്കെയാണ് അവരുടെ ജോലി. അപ്പോൾ ഈ പരശുരാമൻ കേരളത്തിൽ നിന്ന് ഇവിടെയുള്ള മധ്യശിലായുധത്തിലുള്ള ആളുകളെ അടിച്ച് ഓടിക്കുകയാണ് ഉണ്ടായത്, അതായത് വൈദിക മതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മധ്യദേശത്ത് നിന്നും ഇവിടെ ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്തി ശിവൻ്റെ അമ്പലങ്ങളും കാര്യങ്ങളും പ്രതിഷ്ഠിച്ചു എന്നാണ് അതിൻ്റെ സത്യമായ ഒരവസ്ഥ. ക്ലിയർ? ഇതുവരെ നമുക്കറിയാം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണ് ഒക്കെ. ഇത് ഇനി ഞാൻ പറയാൻ വരുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം ശരിക്കും മഹാബലി ഭരിച്ചു, അല്ലെങ്കിൽ കേരളം തന്നെയാണോ മഹാബലിയുടെ സ്ഥലം, അല്ലെങ്കിൽ ചവിട്ടി താത്തൻ്റെ മുമ്പ് കേരളം എങ്ങനെ? ഇത് ചവിട്ടി താത്തി പിന്നെ നമ്മുടെ ജനങ്ങളെ എങ്ങനെ നമ്മളെ കാണാൻ വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും വാമനൻ ചവിട്ടി താത്തുമ്പോൾ മഹാബലി ഒരു വരം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം എനിക്ക് അവസരം തരണം. ക്ലിയർ? അപ്പോൾ നമ്മുടെ ചോദ്യം അതാണ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾ, നമ്മളപ്പോൾ ഉണ്ടായില്ലല്ലോ, കേരളം പുള്ളിക്കാരൻ പൊന്തി വരുത്തിയതല്ലേ കടലിൽ നിന്ന് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് തെറ്റാണ്, കേരളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ഞാൻ കിടക്കാം, ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ ശങ്കരാചാര്യ പരമ്പരയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. മീൻസ് ശങ്കരാചാര്യ പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിശങ്കരൻ, അഭിനവ് ശങ്കരൻ, കാലടി ശ്രീ ശങ്കരാചാര്യർ, ആധുനിക ശങ്കരൻ, അങ്ങനെ കുറേ ശങ്കരന്മാരുണ്ട്. അപ്പോൾ ശങ്കരാചാര്യ പരമ്പര തന്നെ ആരംഭിക്കുന്നത് 5-ാം നൂറ്റാണ്ട് മുതലാണ്. അപ്പോൾ ഈ ആദിശങ്കരനെ കുറിച്ച് ഞാൻ പറയാം. ആദിശങ്കരൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വന്നത് BC 508-476. BC AD എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. BC AD ഒക്കെ പഠിച്ചവർക്ക് മാത്രമുള്ളതാണ്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. BC AD പഠിക്കാത്തവരെ ചിന്തിക്കേണ്ട, കാരണം മൈൻഡ് ക്ലാഷ് ആയിപ്പോവും. BC AD തിരിച്ചും മറച്ചാണ് വരിക. അപ്പോൾ ആദിശങ്കരൻ വന്നത് BC 508, BC 476. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആയുസ്. അദ്ദേഹം അവിടെയാണ് ജീവിച്ചത്. അദ്ദേഹമാണ് കാമകോടി വിദ്യാപീഠമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാമകോടി വിദ്യാപീഠം അത് സ്ഥാപിച്ചത് BC 450, BC 476. അതാണ് കാമകോടി വിദ്യാപീഠം. തുംഗഭദ്രാതീരം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഋഷിശൃംഗ ആശ്രമം. അപ്പോൾ അദ്ദേഹമാണത്. അതിനുശേഷം വന്നൊരു ശങ്കരാചാര്യ പരമ്പര, അതിനുശേഷം വന്നത് ഒരു അഭിനവ ശങ്കരൻ എന്ന് പറയും. അഭിനവ ശങ്കരൻ പുള്ളിക്കാരൻ ശങ്കരാചാര്യ പരമ്പരയിലെ ഒരു 37-ാം സ്ഥാനത്തെ ശങ്കരാചാര്യനാണ്. 37-ാം സ്ഥാനം വഹിക്കുന്ന, അതായത് അദ്ദേഹത്തിന് ശേഷം ഓരോ ശങ്കരാചാര്യന്മാരും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹം 37-ാം ഉള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ശങ്കരേന്ദ്ര മുനി എന്നും അദ്ദേഹത്തെ വിശേഷിക്കും. ശങ്കരേന്ദ്ര മുനി. അദ്ദേഹം 13-ാമത്തെ വയസ്സിലാണ് ജഗദ്ഗുരുവായിട്ട് സ്ഥാനമേറ്റത്. 13-ാമത്തെ വയസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ബുദ്ധിശക്തിയായിരുന്നു. കൊട്ടാര രാജാക്കന്മാരൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തുമായിരുന്നു. അദ്ദേഹം ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം നിർവ്വാണം എന്നതൊക്കെ കൊണ്ടുവന്നതാണ്. അതായത് AD 840 കലി വന്നിട്ട് 3941. അദ്ദേഹം 52 വയസ്സുള്ളപ്പോൾ അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു. അതിനുശേഷം വന്നതാണ് കാലടി ശ്രീ ശങ്കരാചാര്യർ. കാലടി ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. കാലടി ശ്രീ ശങ്കരാചാര്യർ വന്നത് AD 805. അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. ഇവരൊക്കെ ഈ ശങ്കരാചാര്യ പരമ്പര മുഴുവൻ ഈ വൈദിക മതത്തിനെ എതിർത്ത് വെക്കലായിരുന്നു. അതായത് പരശുരാമൻ മധ്യദേശത്ത് നിന്നും കൊണ്ടുവന്ന ഈ വൈദിക മതത്തിനെ എതിർത്ത കുറേ ആളുകളാണ്. അതുകൊണ്ടാണ് പല അമ്പലങ്ങളിലും ശങ്കരാചാര്യർ പല പൂജകളും കർമ്മങ്ങളും വ്യത്യസ്ത രീതിയിൽ മാറ്റി തീർക്കുകയുണ്ടായത്. വൈദിക മതത്തിന് എതിരായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചിട്ട അറിഞ്ഞിട്ടും വരുത്തിയത്.
ഇതിനുശേഷം ഒരു ആധുനിക ശങ്കരനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളല്ല, അത് ഒട്ടുമിക്ക ആൾക്ക് അറിയില്ല. ഒരു ആധുനിക ശങ്കരൻ വന്നിട്ടുണ്ട് ഭൂമിയിൽ. ആ ആധുനിക ശങ്കരനെ കുറിച്ച് പേരും ഡീറ്റെയിൽസും ഒന്നും കറക്റ്റ് അറിയില്ല. ഈ ആധുനിക ശങ്കരൻ, അതായത് പുള്ളിക്കാരൻ വൈദിക മതത്തിനെ എതിർത്തുകൊണ്ട്, അതായത് സഹിൻ്റെ കാടുകളിലേക്ക് ഓടിപ്പോയ നമ്മളെ മീൻസ് നമ്മുടെ പിതാക്കന്മാർ, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നവരാണ്. അതായത് 7700 വർഷങ്ങൾക്ക് ശേഷം, അതായത് പരശുരാമൻ നമ്മളെ, അതായത് മീൻസ് ഈ ഇവിടുത്തെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ഓടിച്ചതിന് ശേഷം 7700 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ അവരെ തന്നെ തിരിച്ചു കൊണ്ടുവരാണ് ഉണ്ടായത്. അതായത് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ഭൂമി അദ്ദേഹം തന്നെ തിരിച്ച് നമുക്ക് തന്നെ തരിക. ചണ്ടാളന്മാർ, ഭിക്ഷുക്കൾ അങ്ങനെയൊക്കെ പേരിട്ടുകൊണ്ട് നമുക്ക് തന്നെ ആ സ്ഥലം തരികയാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബ്രാഹ്മണന്മാരുടെ ഇല്ലങ്ങളും നമ്പൂതിരി ഇല്ലങ്ങളും വിളക്കൊന്നും ഇല്ലാതെ അങ്ങനെ അനാഥമായി കിടന്നു. സത്യത്തിൽ റിയാലിറ്റി അതാണ്. അവരെന്ന് പറഞ്ഞാൽ അനാഥമായി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ ഈ ഭൂമിയും പാടങ്ങളും വീടുകളും ഇതൊക്കെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഈ ബ്രാഹ്മണന്മാർക്ക് ഒതുങ്ങി കഴിയേണ്ട അവസ്ഥ വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. പരശുരാമൻ നമ്മുടെ പൂർവികരെ കാട്ടിലേക്ക് ഓടിച്ചു എന്നുള്ളത് ശരിയാണ്. സഖ്യൻ്റെ കാട്ടിലേക്ക് ഓടിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ ആളുകൾക്ക് തന്നെയാണ് ഈ ആധുനിക ശങ്കരൻ വന്നിട്ട് നമ്മുടെ കേരളത്തിന്, അതായത് നമ്മുടെ നാട് തിരിച്ചും നമുക്ക് തന്നെയാണ് വന്നത്. നമ്മളെ ആട്ടി ഓടിച്ചു, നമ്മളെ തന്നെ തിരിച്ചു വന്ന് ഇവിടെ നമുക്ക് തന്നെ നമ്മുടെ സ്ഥലം തന്നു. അപ്പോൾ ഇന്ന് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളം നമ്മൾ നിൽക്കുന്നത്, അതായത് ഇന്ന് നമ്മുടെ ഈ നാട് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത്, ഇവിടെ തന്നെയാണ് മഹാബലി ഭരിച്ചത്. മഹാബലിയുടെ സ്ഥലം സുതലം, അതായത് സുതലം എന്ന് പറയുന്നത് നമ്മുടെ കേരളം. ഇതിൽ നിന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. പാതാളത്തിലേക്ക് അദ്ദേഹത്തെ തള്ളി പറഞ്ഞ് അയച്ചു എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ വാനരന്മാർ കമ്മ്യൂണിറ്റി വാനരന്മാരെല്ലാവർ അവർ ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം സിമ്പിളായിട്ട്. ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മുടെ രാവണൻ അസുര രാജാവാണോ ദേവ രാജാവാണോ എന്ന് ചോദിച്ചാൽ ഒരു 99.9% പേരും പറയാം അസുര രാജാവാണെന്നാണ്. തെറ്റാണ്. രാവണൻ രാക്ഷസന്മാരുടെ രാജാവായിരുന്നു. കറക്റ്റ്, രാക്ഷസന്മാരുടെ രാജാവാണ് രാവണൻ. അപ്പോൾ നമ്മൾ ബേസ് പഠിക്കുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മിസ്സിങ് പറ്റുന്നത്. ബേസ് കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്കൊന്നും തെറ്റി വരില്ല. അപ്പോൾ രാവണൻ രാക്ഷസന്മാരുടെ രാജാവായിരുന്നു, അസുരന്മാരുടെ രാജാവായിരുന്നു ബാലി. ബാലിനെ കൊന്നിട്ടാണ് ശ്രീരാമൻ പോയത്. അപ്പോൾ ഈ ബാലി അതുപോലെ ഹനുമാനൊക്കെ വാലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ്. അവരൊക്കെ അസുരന്മാരാണ്, നമ്മളെപ്പോലുള്ള ഇവിടെ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ അതൊക്കെ കവിയുടെ ഭാവനയാണ്, അതൊക്കെ തെറ്റാണ്. വാലുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവർ കാണാൻ സുന്ദരന്മാരും തുള്ളന്മാരായിരുന്നു. മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആജാനുഭാവമായിരുന്നു. അതുപോലെ വയറൊക്കെ ചാടിയിട്ടുള്ള ഒരു മഹാബലി അല്ല, ശരിക്കും പുള്ളിക്കാരൊരു ആജാനുഭാവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. പരശുരാമൻ മഴ എറിഞ്ഞ് ഓടിച്ചതും നമ്മുടെ ഇവിടുന്ന് കാട്ടിലേക്ക് ഓടിച്ചതൊക്കെ കറക്റ്റാണ്. പക്ഷേ പരശുരാമൻ മഴു ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മഴു എറിഞ്ഞിട്ട് കേരളം പൊന്തി വന്നതല്ല ഒരിക്കലും. കേരളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭാർഗവരുടെ മഴു എന്ന് പറഞ്ഞ ആയുധം കൊണ്ട് ഇവർ അത് വെട്ടി നിരത്താക്കി തീയിട്ട് മധ്യദേശത്ത് നിന്നും ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്തി. അതൊക്കെ ക്ലിയറാണ്. അതിനുശേഷം വന്ന ആധുനിക ശങ്കരൻ, അതായത് 7700 വർഷങ്ങൾക്ക് ശേഷം, കറക്റ്റാ 7700 വർഷങ്ങൾക്ക് ശേഷം നമ്മളെ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. ചണ്ടാലന്മാരും ഭിക്ഷുക്കളെന്ന് കരുതിയിട്ട് പരശുരാമൻ കാട്ടിലേക്ക് ഓടിച്ച, സഖ്യൻ്റെ കാട്ടിലേക്ക് ഓടിച്ച നമ്മളെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥലം തിരിച്ചു കിട്ടി. ഇതാണ് റിയാലിറ്റി ശരിക്കും. അതുകൊണ്ടാണ് മഹാബലി, ഇത് ഞാൻ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഫേസ്ബുക്കിൽ ഇതൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആർക്കും ഇതിനുള്ള ആൻസർ ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ആൻസർ പറഞ്ഞു. ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. ഇനിയും ഒരുപാട് ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നത്, ഹിന്ദുവിൻ്റെ വിളക്കെന്തിനെ കത്തിക്കുന്ന അമ്പലം എന്നാണ്, അമ്പലത്തിലെ പ്രതിഷ്ഠ എന്താണ്, പുനഃപ്രതിഷ്ഠ എന്താണ്, ഇതൊക്കെ സയൻറ്റിഫിക് മെത്തേഡ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയല്ലോ. കേരളം നമ്മുടെ തന്നെയാണ്, മഹാബലി നമ്മുടെ നാട്ടിലാണ് ഭരിച്ചത്. ഈ മഹാബലി നമ്മളെ തന്നെ കാണാൻ തന്നെയാണ് വരുന്നത്. ക്ലിയർ. താങ്ക്സ്.